അണ്ഡാശയത്തിലോ ഫാലോപ്യൻ ട്യൂബുകളിലോ ഉള്ള അസാധാരണ കോശങ്ങൾ നിയന്ത്രണാതീതമായി വളർന്നു പെരുകുമ്പോഴാണ് അണ്ഡാശയ അർബുദം ഉണ്ടാകുന്നത്. കോശങ്ങൾ വേഗത്തിൽ പെരുകുകയും ആരോഗ്യകരമായ ശരീര കലകളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. 40-നും 50-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരായ ഇന്ത്യൻ സ്ത്രീകളെ അണ്ഡാശയ അർബുദം കൂടുതലായി ബാധിക്കുന്നതായി ഓങ്കോളജിസ്റ്റുകൾ പറയുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പൊണ്ണത്തടി, ഹോർമോൺ അസന്തുലിതാവസ്ഥ, പ്രസവം വൈകുന്നത്, PCOS, പാരിസ്ഥിതിക ഘടകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ ഈ വർധനവിന് കാരണമാകുന്നു. ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിലെ സ്ത്രീകളിൽ അമിതവണ്ണം കൂടുതലായി കണ്ടുവരുന്നു. ശരീരത്തിലെ അധിക കൊഴുപ്പ് ഈസ്ട്രജൻ ഉൽപാദനവും വീക്കവും വർദ്ധിപ്പിക്കുന്നു. ഇവ രണ്ടും അണ്ഡാശയ അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതായും വിദഗ്ധർ പറയുന്നു. കൂടുതൽ സ്ത്രീകൾ പ്രസവം വൈകിപ്പിക്കുകയോ കുട്ടികളില്ലാതെ തുടരുകയോ ചെയ്യുന്നതിനാൽ അണ്ഡാശയ അർബുദത്തിനുള്ള സാധ്യത കൂട്ടുന്നു. ഗർഭധാരണവും മുലയൂട്ടലും അണ്ഡോൽപാദന ചക്രങ്ങൾ കുറയ്ക്കുകയും ഈസ്ട്രജൻ ഉത്തേജനത്തിന്റെ ദീർഘകാല കാലയളവ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ചെറുപ്പക്കാരായ സ്ത്രീകളിൽ വളരെ സാധാരണമാണ്. ഇത് അണ്ഡാശയ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, എൻഡോക്രൈൻ തടസ്സപ്പെടുത്തുന്ന രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം, മലിനീകരണം എന്നിവയാണ് ഉയർന്നുവരുന്ന മറ്റു കാരണങ്ങൾ. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതും പുകയില, മദ്യം, അൾട്രാവയലറ്റ് രശ്മികൾ എന്നിവയിൽ നിന്ന് അകലം പാലിക്കുകയും രോഗം പിടിപെടാതിരിക്കാൻ സഹായിക്കുന്നു. പതിവായുള്ള വ്യായാമവും അസന്തുലിതമായ പോഷകാഹാരക്രമവും നിലനിർത്തുന്നത് അണ്ഡാശയ അർബുദത്തിന്റെ മാത്രമല്ല പല രോഗങ്ങളുടെയും സാധ്യത കുറയ്ക്കും.